എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് പൊട്ടറ്റോ കുറുമയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിനാവശ്യത്തിന് നമുക്ക് സവാള വേണം, പിന്നെ തക്കാളി, അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യമുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക് വേണം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സവാളയെല്ലാം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മുടെ സവാളയെല്ലാം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പേസ്റ്റാക്കി ചേർത്താലും കുറ്റമൊന്നുമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. 5 പച്ചമുളകോ 6 പച്ചമുളകോ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസാണ്. പൊട്ടറ്റോ പീസും കൂടി ഇട്ട് ഈ എണ്ണയിൽ കിടന്ന് നമുക്ക് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊട്ടറ്റോ പീസും കൂടി ഒന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി വഴറ്റുക. പിന്നെ നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ അധികം മസാലപ്പൊടിയൊന്നുമില്ല. അല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഈ സവാള വഴന്ന് വരുന്ന സമയത്ത് സവാളയും തക്കാളിയും പൊട്ടറ്റോയും എല്ലാം കൂടി വഴന്ന് വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഒന്ന് മൂക്കണം. മല്ലിപ്പൊടിയും ഒന്ന് നന്നായി മൂത്ത് എല്ലാത്തിലും ഒന്ന് പിടിച്ച് നല്ല ഏകദേശം ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പ്രഷർ കുക്കർ അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്ന ഇതുവരെ വേവിക്കാം. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പൊട്ടറ്റോസ് എല്ലാം ഒന്ന് നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് പിന്നെ മുട്ട ആവശ്യമുണ്ട്. മുട്ട നമുക്ക് ഈ സമയത്ത് മുട്ട പുഴുങ്ങിയെടുക്കണം. മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞ് നമ്മളതൊന്ന് വരഞ്ഞെടുക്കണം. നന്നായി വരഞ്ഞെടുക്കുക. വരഞ്ഞിട്ട് എളുപ്പം എണ്ണയിലിട്ട് വഴറ്റിയെടുത്താൽ ഒന്നും കൂടി നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ തേങ്ങയും അല്പം പെരിഞ്ചീരകവും കൂടി അരച്ചെടുക്കണം. ഈ പൊട്ടറ്റോസും സവാളയെല്ലാം കൂടി വെന്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയുടെ രുചി ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അവസാനം അല്പം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള എഗ് പൊട്ടറ്റോ കുറുമ റെഡി ആയിട്ടുണ്ട്.